ഇന്ന് നമ്മൾ ജിമ്മിൽ ഹൈറോക്സ് ട്രെയിനിങ് ആണ് ചെയ്തത്. സോ ആദ്യം ലഞ്ചസ് ആണ്, ബാർബൽ വാക്കിംഗ് ലഞ്ച്. സോ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചും നമ്മുടെ ഒരു ഐഡിയയിലും മാത്രമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് ഇങ്ങനെയല്ല, എന്നാലും ഏകദേശം ഇതേ കണക്കൊക്കെ തന്നെയാണ് ഹൈറോക്സ് ട്രെയിനിങ്. നമ്മൾ ജിമ്മ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് പോലെ, നമ്മൾ പിരമിഡ് ട്രെയിനിങ് ചെയ്യുന്നത് പോലെയുള്ളൊരു ട്രെയിനിങ് മാത്രമാണ് ഹൈറോക്സ് ട്രെയിനിങ്. സോ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് എനിക്കറിയില്ല. സോ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ബിഗിനർ. ഇതിനൊരു കോമ്പറ്റീഷനൊക്കെ ഉണ്ട്, അത് എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സോ ആർക്കെങ്കിലും ഹൈറോക്സ് ട്രെയിനിങ് എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർ പ്ലീസ് എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കുക. ഹൈറോക്സ് ട്രെയിനിങ്ങിനെ പറ്റി, അതെങ്ങനെയാണ് അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ റൂൾസ് എങ്ങനെയാണ്, അതിൻ്റെ തിയറി എങ്ങനെയാണെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നില്ല. സോ ഞാൻ അറിയാവുന്ന രീതിയിലാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ വെയിറ്റ് റണ്ണിങ് ആണ് അതിന് ശേഷം ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു 2 മിനിറ്റ് 30 സെക്കൻഡ്സ് എടുത്തു. സോ ഫുള്ളായിട്ട് ഇതിലിടാൻ പറ്റില്ലല്ലോ, യൂട്യൂബിൽ 1.5 മിനിറ്റല്ലേ ഉള്ളൂ. സോ ഗായ്സ്, നിങ്ങളിത് ചെയ്യുക. ജിമ്മ് മാത്രമല്ല, ഒരുപാട് ട്രെയിനിങ് സെക്ഷനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ ഫോക്കസ് ചെയ്യുക. ബോക്സിങ് പോലൊരു മേഖലയാണ് ഇതും. സോ ഇതിലും ഒരുപാട് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞുതരാൻ അറിയില്ല, അറിയാവുന്നിടത്ത് ചോദിച്ചാൽ മതി. സോ എൻ്റെ രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഗൈസ്. സോ അതിന് സ്റ്റാൻഡിങ് ജമ്പിങ് ആണ്. സ്റ്റാൻഡിങ് ജമ്പിങ് വളരെ നല്ലതാണ് സ്പീഡ് കൂടാൻ വേണ്ടി. അതിനുശേഷം നോർമൽ ജമ്പിങ്, അതിനുശേഷം വെയിറ്റ് അപ്പ് റണ്ണിങ്, അതൊരു 2 റൗണ്ട്സ്. അതിനുശേഷം ലാസ്റ്റ് സൈഡിലോട്ട് വന്നിരിക്കുകയാണ്. അതും അവസാനം സ്പ്രിൻറ്റിങ് ആണ്. പക്ഷെ അവസാനം സ്പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു അതിന് ജമ്പിങ് പുഷപ്സ് ആണ്. ജമ്പിങ് പുഷപ്സ് എന്നല്ല, അതിൻ്റെ വേറെന്തോ ഒരു പേര് പറയുന്നത് ഗൈസ്, എനിക്കത്ര അറിയില്ല. അറിയാവുന്നവരൊന്ന് മെൻഷൻ ചെയ്യുക. അതിന് ശേഷം ലാസ്റ്റ് സ്പ്രിൻറ്റിങ് ആണ്. സ്പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ആവേശമില്ലായിരുന്നു, കുഴഞ്ഞു ഗൈസ്.